ദൈവത്തെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്കെല്ലാം ഒന്ന് സ്തോത്രത്തിൽ ഒന്ന് ജാഗരിക്കാം. ഈ ജലാശയത്തെ ദൈവം ശുദ്ധീകരിച്ചു തരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്നത് കേവലം ഒരു കർമ്മമായ ഒരു സ്നാനമല്ല. നാം ഇന്ന് പഠിച്ചതുപോലെ, കേട്ടതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതുപോലെ സ്വർഗം സന്തോഷിക്കുന്ന യേശുവിന്റെ കൽപ്പനയായ അതെ, ഞാൻ വരുവോളം നിങ്ങൾ സുവിശേഷം പറയുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശു പഠിപ്പിച്ച പഠിപ്പിക്കലാണ് നാം ഇന്നിവിടെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതേ, സ്വർഗം സന്തോഷിക്കുകയാണ്. അതെ, മലാഖമാർ സന്തോഷിക്കുകയാണ്. അതെ, ഇന്ന് നാമും സഭ എന്ന അർത്ഥത്തിൽ സന്തോഷിക്കുകയാണല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്കൊരു നിമിഷം ഒന്ന് സ്തോത്രത്തിലൊന്ന് ജാഗരിക്കാം. ഈ അന്തരീക്ഷം മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൺട്രോളിൽ നിന്നാകട്ടെ. ജലാശയത്തെ ദൈവം ഒന്ന് ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ. ഗ്ലോറി ടു ജീസസ്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായിരിക്കുന്ന ഈ മനോഹരമായുള്ള കർത്തവ്യത്തിന്റെ രാവിലെ സമയത്തിനായിട്ട് അടിയങ്ങൾ തന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന പറ്റുക. സ്വർഗം തുറക്കുന്നതും സ്വർഗം സന്തോഷിക്കുന്നതുമായ സന്ദർഭത്തിനായിട്ട് അടിയങ്ങൾ തന്നെ വാഴ്ത്തുന്നു. ഈ സമയത്ത് ശൈലിയുടെ കരങ്ങളിൽ വരവേൽപ്പിക്കുന്ന സ്വർഗീയ കൃപ തന്നെ പ്രതികൂലങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ തീരുമാനത്തെ സ്വർഗം അംഗീകരിച്ച് അതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന പ്രിയപ്പെട്ട ദാസിനെ നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്ന ഈ ശുശ്രൂഷയാൻ തക്കൊള്ളാം നിന്റെ ദാസന അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജലാശയത്തെ എന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്ന നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മകൾ ഈ സ്നാനപ്പെട്ട് വെളിയിൽ വരുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മകളിൽ നിറയുവാൻ തക്കൊണ്ട് സ്വർഗത്തിന് കൃപ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവനേറ്റ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണം. ശുശ്രൂഷയോടുള്ള അനുബന്ധത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുക പരസ്യമായിട്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്പോൾ ബിനു ഇവിടെ വായിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പനയിൽ ഏറ്റവും പ്രാധാന്യതയുണ്ടായിരുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. ആദ്യം വിശ്വാസം, പിന്നെ സ്നാനം. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്ന ആർക്കും എപ്പോഴും സ്നാനപ്പെടാവുന്നതാണ് വേദപുസ്തകം നമുക്ക് തുറന്നു തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. അപ്പൊ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക യേശു ക്രിസ്തുവിന്റെ കൽപ്പനയെന്ന് അല്പനിമിഷം മുമ്പ് പറഞ്ഞതുകൊണ്ട് ആ വാക്യം വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നില്ല. വിശ്വസിക്കുന്നവരും സ്നാനമേൽക്കുന്നവരും രക്ഷിക്കപ്പെടും. അഥവാ ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്താൽ നീ പാസ്സാകുമെന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. ഈ രക്ഷയുടെ അനുഭവം ഷൈനിക്കും ഗ്രഹിപ്പാൻ, മനസ്സിലാക്കുവാൻ ദൈവം അവസരം നൽകി. കാലാകാലങ്ങളിൽ രക്ഷ നമുക്കും മനസ്സിലാക്കുവാൻ ദൈവം അവസരം തന്നു. ഇവിടെ നിൽക്കുന്ന പലർക്കും അതെ ഈ സത്യം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും അതെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ സമയം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സമയം ഒരു പാട്ടിന്റെ ഇരടി ഒന്ന് പാടുവാൻ ഓർപ്പിക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും ലോകത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും ലോകത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ശത്രും ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ചെങ്കാടലിൽ മുങ്ങിപ്പോയ
ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പറഞ്ഞ കൽപ്പനയാകുന്ന ഈ സ്നാനം ഇന്നിവിടെ നടത്തുവാനായി ഒരുമിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. സഭാവിശ്വാസികളായി ഞങ്ങൾ എല്ലാവരും സാക്ഷികളായി നിൽക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഇപ്പോൾ വീണ്ടും കർത്താവിയ സ്തോത്രം ഇന്ന് സ്നാനപ്പെടുവാൻ തയ്യാറായി വന്നിരിക്കുന്ന സിസ്റ്റർ ഷൈനിയെ സമർപ്പിക്കുകയാണ് നാഥ. ഞങ്ങളേവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിക്കട്ടെ. ദൈവ ശുശ്രൂഷ നടത്തുവാൻ അടിയെയും കർത്താവ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വ സർവ്വം ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവെ കേൾക്കുമാറാകണമേ. ഷൈനിയോട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ആദാമ്യ വർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുൻപ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് തന്നെത്താൻ ത്യജിച്ച് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ വർണ്ണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുക്രിസ്തു താൻ ഈ ഭൂമിയിൽ 33.5 വർഷം മനുഷ്യനായി ജീവിച്ചു. അപ്പോൾ തന്നെ പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ താൻ ജീവിപ്പാനിടയായി. നിങ്ങളിൽ ആർ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തുമെന്ന് ചോദിച്ച അനന്തരമായി ആർക്കും പാപം ആരോപിക്കാൻ കഴിയാതിരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിതം കൊണ്ട് ദൈവമെന്ന് തെളിയിക്കുവാനും തന്റെ ജീവിതത്തിൽ സാധിച്ചു. മാത്രമല്ല 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ കടവിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനത്തിനായി താൻ ഇറങ്ങി വരുവാനായിട്ടിടയായി തീർന്നു. ശ്രദ്ധിക്കുക, ലോകരക്ഷിതാവായ യേശുക്രിസ്തു സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴിൽ സൃഷ്ടിതാവ് സ്നാനപ്പെടുവാൻ ഇറങ്ങി വന്നു. അനന്തരമായി സ്നാനപ്പെട്ടു ജലാശയത്തിൽ നിന്ന് കയറി ചെന്നു. സ്വർഗം തുറക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്നു, ഇവരെന്റെ പ്രിയപുത്രനെന്ന് ദൈവം പറയുന്നു. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഈ യേശുക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ അനന്തരമായി നടന്ന 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിലൂടെ അനവധി പാപികളെ, അനവധി രോഗികളെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികളാൽ ഈ ഭൂമിയിൽ താൻ ശക്തിയോടെ ദൈവപുത്രനെന്ന് തെളിയിക്കപ്പെട്ടു. അനന്തരമായി പിലാത്തോസിന്റെ കോർട്ടിൽ വെച്ച് ഒരു കുറ്റവും ചെയ്യാതിരുന്ന യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ വിധി പ്രഖ്യാപനം നടത്തി. അനന്തരമായി താൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. തന്റെ അവസാനത്തിൽ രക്തം വരെ ഊറ്റിത്തന്ന മാനവവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉലകുവാനിടയായി തീർന്നു. യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും പിതാവിന്റെ സന്നിധിയിൽ മഹിമയിൽ ജീവിക്കുന്ന ഈ യേശു ഷൈനിയുടെ സ്വന്തം രക്ഷകനും കർത്താവുമായി വിശ്വസിക്കുകയും ഈ കർത്താവിന്റെ വരവ് എത്രയും താമസമില്ലാ നടന്നാൽ എനിക്കും മധ്യാകാശത്തിൽ പറക്കുവാൻ കഴിയുമെന്ന വിശ്വാസവും സിസ്റ്റർ ഷൈനിക്ക് പൂർണ്ണമായും ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരസ്യമായി അറിയിക്കുവാൻ ഓർപ്പിക്കും. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ളത് ദൈവവചനത്തിന്റെ കൽപ്പനയാകിയാലും ഷൈനിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഹേതുവായിട്ടും ഈ ജലാശയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നിനക്കും ജീവകിരീടം പ്രാപിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ്. സാക്ഷി
യേശു എൻ പാപം തീർത്തതാ. നേരത്തെ ദൈവവചനം പഠിച്ച് ഷൈനിയാണ് തയ്യാറായത്. എന്നാൽ ഇവിടെ നിൽക്കുന്ന പലരും സ്നാനപ്പെടാനുള്ളവരുണ്ട്. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ സഭയിൽ അറിയിച്ചാലും അങ്ങനെയെങ്കിൽ സഭയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ ഒരു ശുശ്രൂഷൻ എന്ന നിലയിൽ സ്നാനപ്പെടാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് ദൈവം ഒരുക്കിയ പദ്ധതി, യേശുവിന്റെ കൽപ്പനയാകയാൽ അതെ അതിൽ വളരെ ഉത്സാഹമുള്ളവരായി ഇന്ന് പകലിൽ സ്നാനത്തിന് തീരുമാനം ദൈവസഭയിൽ അറിയിക്കുക. ദൈവ സഭ ആ കാര്യം ക്രമീകരിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചിപ്പോൾ ക്ലോസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഞങ്ങളുടെ കർത്താവ് യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റ നിമിഷത്തെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ ഭൂമിയിൽ വന്നു ഭാവികളായ മനുഷ്യരോട് ചേർന്ന് സ്നാനപ്പെട്ട് തിരുഹിതം അനുഷ്ഠിച്ച എന്റെ പുത്രനെ ഞങ്ങൾ ഈ സമയം മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവേ, ഇന്ന് ഈ സ്നാനക്കുളത്തിൽ സ്നാനമേറ്റ പ്രിയ സഹോദരിയുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുത്തെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ ഈ സമയം നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ അനുഗ്രഹത്താൽ, സ്വർഗത്തിന്റെ സമാധാനത്താൽ, സ്വർഗത്തിന്റെ നൽകൃപകളാൽ പ്രിയ സഹോദരിയെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഈ കുളത്തിൽ വെച്ച് കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്ന് ജീവിക്കുവാൻ സഹോദരിയെ നീ സഹായിക്കണം. ദൈവകൃപയാലോടെ ബലപ്പെടുത്തണമേ, നടത്തണമേ, ദൈവകൃപയാൽ നടത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ ദാസനോട് ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന സമയം സഹായിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്ക് കർത്താവെ, ഒരു പുതിയ തുടക്കം പോലെ ഈ സമയം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങളുടെ സഭയിൽ അനേകരും സ്ഥാനപ്പെടുവാനുണ്ട്. എല്ലാവരും അതിനായിട്ട് ഒരുക്കുകയും ദൈവ കൃപയാൽ അവരെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും സ്നാനപ്പെട്ടവർ ഓരോരുത്തരും ഞങ്ങൾ ആ സ്നാനപ്പെട്ട ആ ദിവസത്തേക്ക് കർത്താവിനോട് ഞങ്ങൾ ചേർന്ന് ആ ദിവസത്തെ ഞങ്ങൾ നിന്നോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ഇന്ന് പുതുക്കുന്നു. ഞങ്ങൾ നിന്നോട് ചേർന്ന് ജീവിക്കുവാനുള്ള തീരുമാനത്തെ ഞങ്ങൾ പുതുക്കുന്നു. ഞങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ ആരാധന അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവും രക്ഷിതാവുമാം യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും വിശേഷാൽ ഇന്ന് രാവിലെ സമയം തന്നെ സ്നാനപ്പെട്ട യേശു ക്രിസ്തുവിനോട് ചേർന്ന ശൈലിയോടും അതെ സാക്ഷികളായിരുന്ന നാം എല്ലാവരോടും കൂടി ഇന്ന് മുതൽ നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തെ വരവരെയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു. എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ.